ഹായ്. നമ്മുടെയൊക്കെ മനസ്സ് ഇടയ്ക്കൊക്കൊന്ന് പുറകോട്ട് പോവാറില്ലേ? കഴിഞ്ഞുപോയ ദിവസങ്ങളിലേക്ക്, ആ പഴയ ഓർമ്മകളിലേക്ക്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു വിളിയെക്കുറിച്ചാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടാകും അല്ലേ? ഇഷ്, ആ പഴയ കാലമൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദനയില്ലേ? എന്തുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ തോന്നുന്നത്? അതെ, ആ എങ്കിൽ എന്ന ഒറ്റ വാക്കിലുണ്ട് എല്ലാം. ആ ഒരൊറ്റ വാക്കിൽ നമ്മൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ അത് നമ്മൾ എടുത്തൊരു തീരുമാനമായിരിക്കും. ഒരുപക്ഷേ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു തീരുമാനം. പഠിപ്പിൻ്റെ കാര്യത്തിലാവാം, ജോലിയുടെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാം. അന്ന് അങ്ങനെയല്ല, ഇങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലോ എന്ന് നമ്മൾ വെറുതെ ആശിച്ചു പോവും. അല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും കാരണം. മനസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടും പുറത്തേക്ക് വരാതെ പോയ കുറച്ച് വാക്കുകൾ. അതൊരു സോറി ആവാം, ഒരു താങ്ക് യു ആവാം, അല്ലെങ്കിൽ ഒരു ഐ ലവ് യു ആവാം. അതിൻ്റെ ഒരു ഭാരം ചിലപ്പോൾ നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ കയ്യിൽ കിട്ടിയിട്ടും നമ്മൾ വേണ്ടെന്ന് വെച്ച ഒരവസരം. ചിലപ്പോൾ പേടികൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മടികൊണ്ടായിരിക്കാം. എന്തായാലും ഇത്തരം ചിന്തകൾ നമ്മളെ വല്ലാതെ പിന്നോട്ട് വലിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഈ ആഗ്രഹങ്ങളും നഷ്ടബോധവുമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, എന്നാലും നമ്മൾ പലപ്പോഴും അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ വലിയ സത്യം. അതെന്താണെന്ന് നോക്കാം. ഇതാണ് ആ സത്യം. കഴിഞ്ഞുപോയ കാലം അതൊരിക്കലും തിരിച്ചു വരില്ല. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകത്തിലെ പേജ് പോലെയാണത്. അത് കഴിഞ്ഞു. ഈയൊരു സത്യം നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ തുടക്കം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഭൂതകാലം തിരിച്ചു വരില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്, അല്ലേ? വെറുതെ വിഷമിക്കാനോ? അല്ല, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഭൂതകാലം തരുന്ന പാഠവും അത് വെച്ച് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതും. അതെ, ആ പഴയ ദിവസങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ ആ ദിവസങ്ങൾ നമുക്ക് തന്ന അനുഭവങ്ങളില്ലേ, ആ പാഠങ്ങൾ, അത് ഇപ്പോഴും ഫ്രഷായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഭൂതകാലം നമുക്ക് പാഠങ്ങൾ തന്നു, ഓക്കെ. എന്നാൽ ഇന്നത്തെ ഈ ദിവസമോ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം, ഇതാണ് നാളത്തെ നമ്മുടെ ഭൂതകാലമാകാൻ പോകുന്നത്. മനസ്സിലായോ? ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവുമാണ് നാളത്തെ നമ്മുടെ ഓർമ്മയായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദം തോന്നാതിരിക്കാൻ, ഈ എങ്കിൽ എന്ന് പറയേണ്ടി വരാതിരിക്കാൻ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവുമാണ് നിങ്ങളുടെ ഭാവിയെ, അതായത് നാളത്തെ ഭൂതകാലത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന്